നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി. അപകടക്കണിയായി മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തെ കൊടും വളവും കുഴിയും. വിനോദസഞ്ചാര കേന്ദ്രമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ വൻ ഭീഷണിയാകുന്നു. തൂക്കുപാലത്തിലേക്ക് മരം വീണിട്ട് ഒരാഴ്ച. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 2 പേർ പിടി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി. നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്നും ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉന്നത വിഭാഗം അന്വേഷിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 3 ജീവനക്കാരും മുൻ ബാങ്ക് പ്രസിഡന്റും ഉൾപ്പെടെ 13 പേരിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരും സ്ഥിരം ജീവനക്കാരും 9 പേർ താൽക്കാലിക ജീവനക്കാരുമാണ്. 10.43 കോടി രൂപയുടെ ക്രമക്കേട് ആരോപിച്ചാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ലോക്കൽ പോലീസിന് ഇക്കാര്യത്തിൽ ഏറെ പരിമിതികൾ ഉണ്ടെന്നും നാട്ടുകാരും ജനപ്രതിനിധികളും വ്യക്തമാക്കുന്നു. മുരിക്കാശ്ശേരി പോലീസാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ അന്വേഷണം കൊണ്ട് മാത്രം ഈ വെട്ടിപ്പിൻ്റെ യഥാർത്ഥ കഥകൾ പുറത്തു വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാങ്കിലെ 13 കോടിയോളം രൂപയുടെ പണം നിക്ഷേപിച്ച ചെറുതും വലുതുമായ തുകകൾ നിക്ഷേപിച്ച നിരവധി ആളുകൾ, രോഗമുള്ളവരും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പണം ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ട് ലഭിക്കാത്ത ആളുകളുടെ ദൈനംദിനയുടെ കഥകൾ എല്ലാ ദിവസവും പുറത്തു വന്നിരിക്കുന്നത് കണ്ണീരണിയിക്കുന്ന കഥകളാണ് ഓരോരുത്തർക്കും ഉള്ളത്. അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ നിരവധിയായ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നിക്ഷേപ തുക കൂടാതെ മറ്റ് നിരവധി ഇടപാടുകളുടെ ഭാഗമായുള്ള വലിയ തുകകൾ ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഇവർ കൈക്കലാക്കി. ബാങ്ക് നടത്തിവരുന്ന ചിട്ടി ഉൾപ്പെടെ 17 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉന്നത സംഘം അന്വേഷണം ഏറ്റെടുക്കണമെന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. അപകടക്കണിയായി മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തെ കൊടും വളവും കുഴിയും. ഇക്കഴിഞ്ഞ ആഴ്ച കുഴിയിൽ വീണ ഒരാൾ മരിക്കാനിടയായി. ഒരാൾ പരിക്കേറ്റ് ആശുപത്രിയിലുമാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ കരിമല റോഡിനോട് ചേർന്ന മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിനോട് ചേർന്നുള്ള കൊടുംവളവ് അപകട ഭീഷണിയായി മാറുന്നു. കന്നിയാർ നിറപ്പിലേക്ക് വഴി തിരിയുന്ന കവലയോട് ചേർന്നാണ് അപകടക്കണി. കൊടുംവളവിൽ സുരക്ഷാ വേലിയോ സൂചനാ ബോർഡുകളോ ഇല്ല. പല വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ ആഴ്ച കരിമല സ്വദേശിയായ സാബു എന്നയാൾ ഇവിടെ കുഴിയിൽ വീണ് മരിക്കാൻ ഇടയായി. നെടുങ്കണ്ടം പാറത്തോട് അക്ഷയ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി കൂടിയാണിത്. മാത്രവുമല്ല, രാജാക്കാട് നിന്ന് എളുപ്പത്തിൽ കൊന്നത്തടി നെടുങ്കണ്ടം ഭാഗത്തേക്ക് വിനോദസഞ്ചാരികൾക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ഈ വഴിയിലാണ് വൻ അപകട ഭീഷണി നിലനിൽക്കുന്നത്. അപകട ഭീഷണി ഒഴിവാക്കാൻ ക്രാഷ് കാരിയർ സ്ഥാപിക്കണമെന്നും റോഡിൽ മുൻകരുതലായി ഇരുഭാഗങ്ങളിലും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അപകട ഭീഷണി പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നാട്ടുകാരും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു അപകടം നടന്നതിൽ പിന്നെ ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലെ ജനലൊക്കെ തകർന്നതോടെ ഞങ്ങൾക്ക് വളരെ പേടിയും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. അതിനെതിരെ ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ഈ അടുത്തിടയ്ക്ക് ഈ വളവിൻ്റെ ഇവിടെ ഒരു നല്ലൊരു അപകടം ഉണ്ടായി. അത് ഒരാളുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. അപ്പോൾ രക്ഷിതാവ് എന്ന നിലയ്ക്ക് നല്ല ടെൻഷനുണ്ട് ഞങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും ഒരു നടപടി ഇതിന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ കൊടുംവള 3 റോഡിൻ്റെയും വളവുണ്ട്. ആയതുകൊണ്ട് ഇവിടെ ഒരു സംരക്ഷണ ഭിത്തിയോ എന്തെങ്കിലും സംരക്ഷണമായിട്ട് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈയിടെ ഒരു മരണത്തിനിടയാക്കുകയും ഒരു അപകടം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അപകടം ഇവിടെ നടന്നിരുന്നു. 3 കോടി ഒരു ജംഗ്ഷനാണ് സ്കൂളിന് മുമ്പിലൂടെ റോഡ് കടന്നു പോകുന്നത്. ആ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ഒരു പെൺകുട്ടി അതിഗുരുതരാവസ്ഥയിൽ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്.
എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഉണ്ടാകണം. സിറ്റി വിഷൻ കൊന്നത്തടി. വിനോദസഞ്ചാര കേന്ദ്രമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ വൻ ഭീഷണിയാകുന്നു. തൂക്കുപാലത്തിലേക്ക് മരം വീണിട്ട് ഒരാഴ്ചയിലേറെയായെങ്കിലും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം. പാലത്തിന് സമീപം നിൽക്കുന്ന കാറ്റാടി മരങ്ങൾ ദ്രവിച്ച് ഏതു സമയത്ത് നിലംപൊത്താവുന്ന അവസ്ഥയിലെത്തി. ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ തൂക്കുപാലം 2012 നിർമ്മിച്ചത്. നിർമ്മാണത്തിന് ശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താത്തതിനാൽ പാലം നിലവിൽ വലിയ അപകടാവസ്ഥയിലാണ്. ഇതിനിടയിലാണ് ഇരുട്ടടിയായി പാലത്തിലേക്ക് മരം വീണു കിടക്കുന്നത്. കൂടാതെ സമീപത്തു നിൽക്കുന്ന മറ്റു മരങ്ങളും ഏതു സമയവും പാലത്തിലേക്ക് നിലംപൊത്താം. വനസംരക്ഷണത്തിന്റെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് വച്ചുപിടിപ്പിച്ച മരങ്ങളാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. സുരക്ഷ മുൻനിർത്തി 25 പേരിൽ കൂടുതൽ ആളുകൾ ഒരേ സമയം പാലത്തിൽ കയറരുതെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവുള്ളപ്പോഴാണ് പാലത്തിന്മേൽ മരം വീണ് കിടക്കുന്നത്. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് ഇവിടുത്തെ നേരത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യപ്രകാരം വളരെ കാലത്തെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 2012 ഇവിടെ തൂക്കുപാലം നിർമ്മിച്ചത്. അതിനു മുമ്പ് ഇവിടെ ചെങ്ങാടത്തേലും വള്ളത്തേലും ഒക്കെ ആയിട്ടായിരുന്നു ആൾക്കാരോട് അക്കരെ കടന്നൂർ സ്കൂളിൽ 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളടക്കം അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 2012 ഈ പാലം നിർമ്മിച്ചതിന് ശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും ഓർത്തു ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും ഇന്ന് വരെ ഏത് സമയം ഒരു അപകടം ഉണ്ടാകുന്ന തരത്തിൽ കൂടിയാണ് ഈ പാലത്തിന്റെ നിലനിൽപ്പ് തന്നെ. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ്. വലിയ അപകടങ്ങൾ സംഭവിച്ച ശേഷം മുതലക്കണ്ണീരുമായി എത്തുന്നതിലും നല്ലത് അധികൃതർ എത്രയും വേഗം ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ ഉപ്പുതറ. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. തേനി തേവാരം ചെല്ലയ്യപുരം സ്വദേശി ശരത് കുമാറിനെ 5 ഗ്രാം കഞ്ചാവുമായി പിടികൂടി. മറ്റൊരു കേസിൽ 4 ഗ്രാം ഉണക്ക കഞ്ചാവുമായി എറണാകുളം നെല്ലിക്കുഴി നായ്ക്കന്മാവൂടി സുബിനും പിടിയിലായി. കമ്പംമെട്ട് കമ്പം റോഡ് തുറന്നതോടുകൂടി ശക്തമായ പരിശോധനയാണ് എക്സൈസ് നടത്തുന്നത്. അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂക്കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാഹനത്തിൽ നിന്നും 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഹാൻസ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. റോസാപ്പൂക്കണ്ടം ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പുകയില ശേഖരം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണത്തിനായി എത്തിച്ചതാണ് ഇവയെന്നതാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായുള്ള അന്വേഷണം എക്സൈസ് സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അതിർത്തി മേഖലകളിൽ കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ കുമളി. മൂന്നാർ എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തുന്നു. 1 മാസമായി എസ്റ്റേറ്റ് മേഖലയിൽ പടയപ്പയുടെ സാന്നിധ്യം കണ്ടുവരുന്നതായി തൊഴിലാളികൾ പറയുന്നു. സൈലന്റ് വാലി എസ്റ്റേറ്റ് 1, 2 ഡിവിഷനുകളിലാണ് കാട്ടാനയെ കണ്ടുവരുന്നത്. മൂന്നാർ എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തുന്നു. 1 മാസമായി എസ്റ്റേറ്റ് മേഖലയിൽ പടയപ്പയുടെ സാന്നിധ്യം കണ്ടുവരുന്നതായി തൊഴിലാളികൾ പറയുന്നു. സൈലന്റ് വാലി എസ്റ്റേറ്റ് 1, 2 ഡിവിഷനുകളിലാണ് കാട്ടാനയെ കണ്ടുവരുന്നത്. പടയപ്പയുടെ സഞ്ചാരം പതിവായതോടെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുവാൻ ആളുകൾ ഭയപ്പെടുകയാണ്. പകൽ സമയങ്ങളിലും എസ്റ്റേറ്റ് റോഡുകളിലും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപത്തും പടയപ്പ എത്തുന്നതിനാൽ അധികൃതർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. 1 മാസമായി നിലകൊള്ളുന്ന കാട്ടാനയെ ഇവിടെ നിന്നും തുരത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ മൂന്നാർ. മൂന്നാർ മേഖലകളിൽ വന്യജീവി ആക്രമണം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 പശുക്കളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് ഇരയായ 2 പശുക്കൾക്ക് ഗുരുതര പരിക്കേറ്റു. ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വനവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഏക ഉപജീവന മാർഗമായ പശുക്കളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരാഴ്ചക്കിടെ 5 പശുക്കൾ കൊല്ലപ്പെടുകയും 2 പശുക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൈലന്റ് വാലി, ഗുണ്ടുമല, ദേവികുളം മേഖലകളിലാണ് വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. சைலண்ட் வேலி எஸ்டேட்டு, தேவிகுளம், குண்டுமலை போன்ற பகுதியில் இந்த ஒரு வாரத்தில் மட்டும் 5 மாடை புலி அடிச்சிருக்கு. மக்கள் எல்லாத்துக்குமே தெரியும். மூணாரை பொறுத்த வரைக்கும் மக்களுடைய வாழ்வாதாரன்றது எப்படின்னு பார்த்தீங்கன்னா, ஒரு மனிதன் இன்னைக்கு எஸ்டேட்ல மாடை வளர்த்து அந்த பாலை விலைக்கு கொடுத்து தான் இன்னைக்கு எல்லாரும் பிள்ளைகளையும் படிக்க வைக்கக்கூடிய ஒரு சூழ்நிலை. ഇത് പല എസ്റ്റേറ്റ് ജോലിക്കൊപ്പം പശു വളർത്തലാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പ്രധാന വരുമാന മാർഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെന്മല ഭാഗത്ത് 2 പശുക്കളെയും ദേവികുളം മേഖലയിൽ 2 പശുക്കളെയും ഇന്നലെ രാവിലെ സൈലന്റ് വാലിയിൽ 1 പശുവിനെയും വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തി. 2 പശുക്കൾക്ക് പരിക്കേറ്റു. വളർത്തുമൃഗങ്ങൾക്ക് മാത്രമല്ല, ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾക്കും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കം
ഭയപ്പാടോടെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പ് മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. എത്രയും വേഗം ആക്രമണം നടത്തുന്ന വന്യജീവിയെ കൂടുവെച്ച് പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലിയിൽ ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ വിനോദസഞ്ചാരികളുടെ ആക്രമണം. പാലക്കാട് നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് അടിമാലി ജന്ന റെസിഡൻസിയിലെ ജീവനക്കാരെ ആക്രമിച്ചത്. സംഭവത്തിൽ 3 പേരെ അടിമാലി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പാലക്കാട് നിന്ന് മൂന്നാർ സന്ദർശനത്തിനെത്തിയ 25-അംഗ സംഘം അടിമാലി ജന്ന റെസിഡൻസിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി എത്തി. ഭക്ഷണം കഴിച്ചതിനു ശേഷം പുറത്തിറങ്ങിയ സംഘം ടൂർ പാക്കേജ് എടുത്ത പാക്കേജറുമായി വാക്കുതർക്കത്തിലായി. ഭക്ഷണത്തിന്റെ അളവിലും ഗുണമേന്മയിലും കുറവുണ്ടെന്നും അതിനാൽ പറഞ്ഞിരുന്ന തുക നൽകാൻ കഴിയില്ലെന്നും അറിയിച്ചു. തുടർന്ന് ഇരുവരും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുന്നത് തടയാനാണ് ജന്ന റെസിഡൻസിയിലെ മാനേജർ നിഷാദ് സ്ഥലത്തേക്ക് എത്തിയത്. തുടർന്ന് പ്രകോപിതരായ സഞ്ചാരികൾ നിഷാദിനെ കല്ലുപയോഗിച്ച് തലയ്ക്കടിക്കുകയും ആക്രമണത്തിൽ നിഷാദിന്റെ തലയോട്ടിപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സഹപ്രവർത്തകരെ മർദ്ദിക്കുന്നത് കണ്ട് പുറത്തേക്കെത്തിയ ഹോട്ടലിലെ മറ്റു 2 ജീവനക്കാരായ അനന്തു, മുർഷിദിൽ ഇസ്ലാം എന്നിവരെയും സംഘം ആക്രമിച്ചു. ഇവർക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവം കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ പോലീസിലേക്ക് പരാതി കൊടുക്കുകയും നേരെ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തായിരുന്നു. അപ്പം കൂടെയുള്ള പയ്യന് ഒരു 4 സ്റ്റിച്ചും എൻ്റെ തലയ്ക്ക് ഒരു 6 സ്റ്റിച്ചും അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ആദ്യം ഒരു ആക്രമിച്ച ആള് പുള്ളീനെ ഇച്ചിരി മൃഗീയമായിട്ട് ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം താടിയലിന്റെ അടുത്തായിട്ട് ഒരു പൊട്ടലും ഉണ്ട്, നെറ്റിയിലൊരു വലിയ മുറിവുണ്ട്. അവിടെ കിടന്ന ഇന്റർലോക്ക് കട്ടകളും ഉണ്ടായിരുന്നു. നമ്മുടെ NH85 പണി പ്രകാരം കട്ടകളും കാര്യങ്ങളും പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ കടയിൽ കിടന്ന ഇന്റർലോക്കിന്റെ കട്ട ഉണ്ടായിരുന്നു. അതിന്റെ ചെറിയ പീസുകൾ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പുള്ളിയുടെ ഇവിടെ ആയിട്ട് ചെറിയ പൊട്ടലും ഉണ്ട്, തലയ്ക്ക് മുറിവുണ്ട്. അതേ സാധനം വെച്ചാണ് ഞങ്ങൾക്കിട്ടും കിട്ടിയത്. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിഷാദിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇയാൾ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 3 സഞ്ചാരികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലപ്പുറം സ്വദേശികളായ അരുൺ സോമൻ, മുഹമ്മദ് റിയാസ്, ലക്കടി സ്വദേശി അലി അക്ബർ എന്നിവരെയാണ് അടിമാലി പോലീസ് പിടികൂടിയത്. സിറ്റി വിഷൻ, അടിമാലി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോട് കൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ മലയോര മേഖലയാണ് അയ്യപ്പൻ കോവിൽ. ഒരു ഗ്രാമത്തിന്റെ പേര് മാത്രമല്ല, നൂറ്റാണ്ടുകളായ വിശ്വാസവും ചരിത്രവും സംസ്കാരവും ചേർന്ന രൂപപ്പെട്ട ഒരു നാടിന്റെ അടയാളം കൂടിയാണ് ഇത്. പ്രദേശത്തിന്റെ പേരിന് തന്നെ കാരണമായ അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്നും ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമാണ്. ഹൈറേഞ്ചിലെ ഏറ്റവും പഴക്കമേറിയ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ദ്വാപരയുഗത്തിലുള്ള ക്ഷേത്രമാണെന്നതാണ് വിശ്വാസം. ശിലായുഗ ആരംഭത്തിലുള്ള 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം. 18 ശാസ്താ ക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രം, മംഗളാദേവി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവയെല്ലാം ഒരേ കാലഘട്ടത്തിലുള്ളതാണെന്നാണ് വിശ്വാസം പറയുന്നത്. പൂഞ്ഞാർ രാജാവിന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഗുഹയുണ്ട്. ഇത് മധുര മീനാക്ഷി മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് തുറക്കപ്പെടുന്നു എന്നാണ് ഐതിഹ്യം. ആദ്യകാലങ്ങളിൽ മലയരയന്മാരായിരുന്നു ഇവിടുത്തെ പൂജാരിമാർ. പരശുരാമൻ പ്രതിഷ്ഠ നടത്തി ബ്രാഹ്മണർക്ക് നൽകിയ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് ഗ്രാമം വളർന്നത്. അതുകൊണ്ടാണ് പ്രദേശം തന്നെ അയ്യപ്പൻ കോവിൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതും. പഴയകാലത്ത് ശബരിമലയിലേക്കുള്ള വനപാതയിലൂടെ സഞ്ചരിക്കുന്ന തീർത്ഥാടകർ വിശ്രമിക്കുകയും ധർമ്മശാസ്താവിനെ ആരാധിക്കുകയും ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇവിടമെന്നാണ് പ്രാദേശിക ഐതിഹ്യം. പിന്നീട് ആ ആരാധനാ സ്ഥലം ക്ഷേത്രമായി വികസിച്ചതായും പറയപ്പെടുന്നു. ശബരിമലയുമായുള്ള ആത്മബന്ധം. അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിന് ശബരിമലയുമായി പ്രത്യേക ആത്മബന്ധമുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശബരിമലയിലേക്ക് പോകുന്നതിനു മുമ്പ് ഇവിടെ ദർശനം നടത്തി യാത്ര ആരംഭിക്കുന്ന പതിവ് ഇന്നും ഭക്തർ തുടരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് ക്ഷേത്രം ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കും. പ്രതിഷ്ഠയും ആരാധനയും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്ത്രീ ധർമ്മശാസ്താവ് തന്നെ. ഗണപതി, നാഗദേവതകൾ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. കേരള താന്ത്രിക ആചാരക്രമങ്ങൾ അനുസരിച്ചാണ് പൂജകളും ഉത്സവങ്ങളും നടക്കുക. 1000 വർഷത്തോളം പഴക്കമുള്ള പഴയ ഒരു പുരാതന ക്ഷേത്രമെന്നാണ് ഇത് പറയുന്നത്. പഞ്ചമഹാക്ഷേത്രത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണിത്. 18 ശാസ്താ ക്ഷേത്രങ്ങളിൽ 5 ക്ഷേത്രമാണ് മഹാക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് പറയപ്പെടുന്നത്. ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, അതിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ അയ്യപ്പൻ കോവിൽ. പിന്നെ ഇത് ശിലായുഗം തുടങ്ങിയ കാലം മുതൽ ഉള്ളൊരു ക്ഷേത്രമാണെന്നാണ് ഇവിടെ ജനങ്ങളുടെ വിശ്വാസം. 1950കളിലും 1960കളിലും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങൾ ഹൈറേഞ്ചിലേക്ക് കുടിയേറി. വനഭൂമി വെട്ടിത്തെളിച്ച് കൃഷി ആരംഭിച്ച ആ കുടുംബങ്ങളുടെ ആത്മീയ ആശ്രയം കൂടിയായിരുന്നു അയ്യപ്പൻ കോവിൽ ക്ഷേത്രം. കുടിയേറ്റക്കാരുടെ ആദ്യകാല ജീവിതം അതീവ ദുഷ്കരമായിരുന്നു. വന്യമൃഗങ്ങൾ, യാത്രാ സൗകര്യങ്ങളുടെ അഭാവം, ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾ. അവർ ക്ഷേത്രത്തെ കേന്ദ്രമാക്കി ഒരു സമൂഹം കെട്ടിപ്പടുത്തു. പിന്നീട് സ്കൂളുകളും കടകളും ആരാധനാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും രൂപപ്പെട്ടതോടെ അയ്യപ്പൻ കോവിൽ ഒരു പ്രധാന ഗ്രാമമായി വളർന്നു. പ്രകൃതിയും വിനോദസഞ്ചാരവും പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ മലനിരകളും ജലാശയങ്ങളും പച്ചപ്പും അയ്യപ്പൻ കോവിലിന്റെ പ്രത്യേകതകളാണ്. പ്രദേശത്തെ തൂക്കുപാലവും സമീപ പ്രദേശങ്ങളിലെ പ്രകൃതി സൗന്ദര്യവും നിരവധി സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പ്രകൃതി വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് അയ്യപ്പൻ കോവിൽ. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ആത്മീയ ജീവിതവും ജനങ്ങളുടെ ഐതിഹ്യവും അയ്യപ്പൻ കോവിലിന്റെ ഏറ്റവും വലിയ ശക്തിയായി തുടരുന്നു. മണ്ഡലകാലവും വാർഷിക ഉത്സവങ്ങളും എത്തുമ്പോൾ ഈ നാട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങും. അയ്യപ്പൻ കോവിൽ ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു നാടിന്റെ ജനനത്തിനും വളർച്ചയ്ക്കും സാക്ഷിയായ ചരിത്രമാണ്. വിശ്വാസവും പ്രകൃതിയും കുടിയേറ്റത്തിന്റെ പോരാട്ടവീര്യവും കൃഷിയുടെ സംസ്കാരവും ഒത്തുചേരുന്ന ഈ മലയോര ഗ്രാമം ഇടുക്കിയുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ SHO സംവിധാനം പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ സബ് ഇൻസ്പെക്ടർമാർക്കായി ജില്ലാ ആസ്ഥാന ക്യാമ്പിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന 5 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം IPS നിർവഹിച്ചു. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലനത്തിൽ പോലീസ് സ്റ്റേഷൻ ഭരണനിർവഹണം, അന്വേഷണ മികവ്,
നിയമപരമായ നടപടിക്രമങ്ങൾ, നേതൃത്വ പാടവം, പൊതുജന സേവനങ്ങളുടെ കാര്യക്ഷമത എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഇടുക്കി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഷിജു PS ക്ലാസ് നയിച്ചു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്യാം ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴ്സ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടോണി തോമസ് സ്വാഗതം ആശംസിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏലം ജാതി കർഷകർക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വാത്തിക്കുടി കൃഷി ഓഫീസർ അനന്യ PS ഉദ്ഘാടനം ചെയ്തു. ഏലം ജാതി കൃഷി പരിപാലനവും വളം കീടനാശിനി പ്രയോഗവും എന്ന വിഷയത്തിലാണ് ക്ലാസ് നടത്തിയത്. അമിതമായ വളപ്രയോഗവും കീടനാശിനികളുടെ ഉപയോഗവും മൂലം മണ്ണിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളും വിളകളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളും കർഷകരെ ബോധ്യപ്പെടുത്തുക. ഓരോ വിളകൾക്കും കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ആവശ്യമായ വളങ്ങളും കീടനാശിനികളും മാത്രം ഉപയോഗിക്കുവാനും കർഷകരെ ചിലവ് കുറഞ്ഞ കൃഷിരീതിയിലൂടെ മികച്ച വിളവ് ലഭിക്കുവാനുള്ള കൃഷിരീതികൾ പഠിപ്പിക്കുവാനുമാണ് മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് പരിധിയിലുള്ള കർഷകർക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വാത്തുകുടി കൃഷി ഓഫീസർ അനന്യ PS ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ നല്ല കേരളത്തിലെ തന്നെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്ന രണ്ട് വിളകളാണ്. കർഷകനെ ഏറ്റവും നന്നായി നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നതും അതുപോലെ തന്നെ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നതായിട്ടുള്ള രണ്ട് വിളകളാണ്. ബാങ്ക് പ്രസിഡന്റ് EN ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീജ MS മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ശാസ്ത്രജ്ഞനും ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡയറക്ടറുമായ ഡോക്ടർ സുധാകർ S പഠന ക്ലാസ് നയിച്ചു. ബാങ്ക് സെക്രട്ടറി KV ബെന്നി, ബോർഡ് അംഗങ്ങളായ NC ജോൺസൺ, ഷാജി വരകുകാലായി, ബെന്നി തടത്തിൽ, രാജേഷ് KK, മിനി മറ്റത്തിൽ, റോയിച്ചൻ കട്ടക്കയം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. ശാന്തൻപാറ ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. 32 അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ചികിത്സാ സഹായ വിതരണോദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ശാന്തൻപാറ ലയൺസ് ക്ലബിന്റെ രൂപീകരണോദ്ഘാടനവും അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നത്. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എവിടെയൊരു സഹായ ആവശ്യമുണ്ടോ അവിടെയൊരു ലയൺസ് സംഘം ഓടിയെത്തുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. കേരളം കാഴ്ച സേവനവുമായിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം. അന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു വിഷൻ. ഇന്നത് മാറിക്കൊണ്ട് നിരവധി മേഖലകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് സേവനം അനുഷ്ഠിക്കുന്നത്. എട്ടോളം തന്നെ പ്രധാനപ്പെട്ട ഗ്ലോബൽ കോഴ്സുകൾ, പിന്നെ അതുപോലെ തന്നെ LCയുടെ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇതിലൊക്കെ ആയിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് സേവനം അനുഷ്ഠിച്ചു വരികയാണ്. എവിടെ ഒരു ആവശ്യമുണ്ടോ അവിടെ ഒരു ലാൻഡ് ഓടിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. പൂപ്പാറ ലയൺസ് ക്ലബിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് 32 അംഗങ്ങളുമായി ശാന്തൻപാറ ക്ലബ്ബ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ ക്ലബ്ബ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. TP സുധീർ പ്രസിഡന്റായും സുബിൻ ബെന്നി സെക്രട്ടറിയായും ടോമി ജോസഫ് ട്രഷററുമായിട്ടുള്ള ഭരണസമിതി ചുമതലയേറ്റു. സമൂഹത്തോടുള്ള പ്രതിബദ്ധത മുൻനിർത്തി നടപ്പിലാക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു. സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. ചടങ്ങിൽ MLAയെ പൂപ്പാറ ക്ലബ് അംഗങ്ങൾ ആദരിച്ചു. പൂപ്പാറ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് തങ്കച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ KP പീറ്റർ, CB ഫ്രാൻസിസ്, സന്തോഷ് ജോൺ, ജോർജ് സാബു, സജി TP, ബേസിൽ K വർഗീസ്, VD പൈലി, ഷാജി മാത്യു, പ്രൊഫസർ സാംസൺ തോമസ്, ഷൈനു സുകേഷ്, ബേബി പുൽപ്പറമ്പിൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സിറ്റി വിഷൻ ശാന്തൻപാറ. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അടിമാലി VS അനുസ്മരണം നടത്തി. അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അടിമാലിയിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു.
CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. മണി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കാരണം കേരളത്തിന്റെ ചരിത്രം M. മണിയുടെ BD സതീശന്റെ ചരിത്രമാണോ? അല്ലല്ലോ. 10 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള സംസ്ഥാനം BD സതീശന്റെ ഭരണത്തിന്റെ കീഴിൽ പ്രതിസന്ധിയെ നേരിടും. വൈദ്യുതി കെട്ടു തുടങ്ങി. ഇരുട്ടിലേക്ക് കേരളം പോകും. അതിന് വൈദ്യുതി ബന്ധം തന്നെ, വൈദ്യുതി ഇല്ല. വൈദ്യുതി എന്നാ ഉണ്ടായിരുന്നു അവിടെ? യോഗത്തിൽ KB വരദരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK ഷാജി, ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ, TK സുദേശ് കുമാർ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ, വെള്ളി ഗ്രാമിന് 245 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി. അപകടക്കണിയായി മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തെ കൊടും വളവും കുഴിയും. വിനോദസഞ്ചാര കേന്ദ്രമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ വൻ ഭീഷണിയാകുന്നു. തൂക്കുപാലത്തിലേക്ക് മരം വീണിട്ട് ഒരാഴ്ച. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 2 പേർ പിടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.